നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ അതാര്, എവിടെ, എങ്ങനെ നടത്തി, ആരാണ് പൾസർ സുനിക്ക് ഈ കൊട്ടേഷൻ കൊടുത്തത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തുടക്കം മുതലുള്ള അന്വേഷണത്തിലേക്ക്, അല്ലെങ്കിൽ അന്വേഷണത്തിൽ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും അതോടൊപ്പം തന്നെ മുഴുവൻ ജനങ്ങളും ഉറ്റുനോക്കിയിരുന്നത്. അത് കണ്ടെത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്, ആ അന്വേഷണ സംവിധാനമാണ്. ആ അന്വേഷണ സംവിധാനം അത് കണ്ടെത്തുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു എന്നാണ് വിധിന്യായം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ആ അന്വേഷണ ഘട്ടത്തിൽ വളരെയധികം ചാനലുകളും അതേപോലെ മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തിരുന്നൊരു വിഷയമാണ് ഒരു മാഡത്തിൻ്റെ കൊട്ടേഷൻ, അല്ലെങ്കിൽ ഒരു മാഡത്തിന് വേണ്ടിയാണ് ഈ പ്രക്രിയ, ഈ ഒരു ആക്രമണം, അതല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി തങ്ങൾ ചെയ്യുന്നതെന്ന് പൾസർ സുനി ഈ നടിയോട് പറയുകയുണ്ടായി, അതല്ലെങ്കിൽ ഈ അതിജീവിതയോട് പറയുകയുണ്ടായി. അതിജീവിതയും അവരുടെ മൊഴിയിൽ ഇത് കൃത്യമായി പറയുന്നുണ്ട്. അതായത് പൾസർ സുനി തന്നെ ആക്രമിക്കുമ്പോൾ ഒരു മാഡത്തിന് വേണ്ടിയിട്ടാണ് ഇത് താനിങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നുള്ള കാര്യം ഇത് പൾസർ സുനി തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഇതിനെ ചുറ്റിപ്പറ്റി ധാരാളം ചർച്ചകളും മറ്റുമൊക്കെ കേരളത്തിൽ നടക്കുകയും ചെയ്തതാണ്. എന്നാൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നീട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, അങ്ങനെയാണല്ലോ ഒരു പതിവ്, ഒരു സംഗതി നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ആ കേട്ട് കഴിഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ആ തെളിവിൽ അത് മൊഴിയായിക്കോട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് ആയിക്കോട്ടെ, അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് ഒന്നുകിൽ ഇല്ല അല്ലെങ്കിൽ ഉണ്ട് എന്ന് കണ്ടെത്തുകയാണ് ചെയ്യുക. ഇതാണ് അന്വേഷണത്തിൻ്റെ രീതി. എന്നാൽ വിധിന്യായത്തിൽ പറയുന്നത് ഈ മാഡത്തിനെ സംബന്ധിച്ചുള്ള അന്വേഷണം തുടക്കത്തിൽ ചില നീക്കങ്ങൾ നടത്തി, പിന്നെ എവിടെയോ അത് ഉപേക്ഷിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക്, ആ അന്വേഷണം ഉപേക്ഷിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് അവശേഷിക്കുന്നു. അതിന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത് അതിനകത്ത് കഴമ്പില്ല എന്ന് കണ്ടുകൊണ്ടാണ് പിന്നെ അന്വേഷിക്കാതിരുന്നതെന്നാണ്. അവിടെയാണ് കോടതി ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആ അന്വേഷണം ക്ലോസ് ചെയ്യാൻ വിട്ടുപോയി, അല്ലെങ്കിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ഇവിടെയാണ് കാതലായ ഒരു സംശയം ഉണ്ടാകുന്നത്. ഈ മാഡം ആരാണെന്നുള്ളത് നമുക്കറിയില്ല. അതിനുശേഷം പിന്നീട് ഈ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് നടി മഞ്ജു വാര്യർ പറഞ്ഞതിന് ശേഷം ഉയർന്നു വരികയും സ്വാഭാവികമായിട്ട് ദിലീപിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ കേരളീയ സമൂഹം മുഴുവൻ ദിലീപാണ് ഈ ഗൂഢാലോചന നടത്തിയെന്നുള്ള ഒരു നറേറ്റീവിലേക്ക് എത്തുകയും അത് ആത്മാർത്ഥമായിട്ട് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും വിധിന്യായത്തിന് ശേഷം, വിധി പ്രഖ്യാപിച്ചതിന് ശേഷം, വിധിന്യായം പുറത്തു വരുന്നതിന് മുമ്പ് കേരള സമൂഹം മുഴുവൻ ഈ വിധി പ്രഖ്യാപിച്ച ജഡ്ജി ഹണിയം വർഗീസിനെയും കോടതിയെയും ഒക്കെ വളരെ മോശമായ രീതിയിൽ, നിശിതമായ രീതിയിൽ വിമർശിക്കുകയോ ഒക്കെ ചെയ്യുകയുണ്ടായി. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ദിലീപ് അല്ല ഈ ഒരു കൊട്ടേഷൻ കൊടുത്തതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഗൂഢാലോചന തെളിയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വേറെ ആരെങ്കിലും ആണ് ഇത് കൊടുത്തതെന്ന് സംശയമുണ്ടെങ്കിൽ ആ ദിശയിലേക്ക് അന്വേഷണം പോയിട്ടില്ലെങ്കിൽ അതും അവതാളത്തിലാവും. തൽക്കാലം ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായ സ്ഥിതിക്ക് ഒരു പ്രതിയെ കിട്ടുകയും ആ പ്രതിയെ 85 ദിവസത്തോളം ജയിലിലിടുകയും അതോടൊപ്പം തന്നെ അതിനുശേഷം പിന്നെ വിചാരണയിൽ ഇദ്ദേഹം തന്നെയാണ് ഈ ഗൂഢാലോചന നടത്തിയെന്നുള്ള ഒരുപാട് വെളിപ്പെടുത്തലുകളും മറ്റുമൊക്കെ നടത്തി സ്വാഭാവികമായിട്ട് സമൂഹത്തിന്റെ മുന്നിൽ അന്വേഷണം കൃത്യമായിട്ട് നടന്നു എന്ന് ബോധിപ്പിക്കാൻ അന്വേഷണ ഏജൻസിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഇപ്പൊ ഉദാഹരണത്തിന് കണ്ണൂരിലൊക്കെ ഈ സ്ഥിരമായിട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അവിടെ കൊല നടന്നതിന് ശേഷം ആൾക്കാർ വന്നിട്ട് പ്രതികളായിട്ട് സ്വയം സറണ്ടർ ചെയ്യും. പക്ഷെ അവർ ഒരിക്കലും യഥാർത്ഥ കൊലയാളികളോ അല്ലെങ്കിൽ പ്രതികളോ ആയിരിക്കില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് വിചാരണ കോടതിയുടെ മുമ്പിൽ എത്തുമ്പോഴത്തേക്ക് യഥാർത്ഥ പ്രതി അല്ലെങ്കിൽ യഥാർത്ഥ കൊലയാളി പിടിക്കപ്പെടാതിരിക്കുകയും ഈ പിടിക്കപ്പെട്ട പ്രതി തെളിവില്ലാത്തതിന്റെ പേരിൽ വിട്ടയക്കപ്പെടുകയും ചെയ്യും. അതൊരു സ്ഥിരം പ്രക്രിയയായിരുന്നു.
ഈ കൊലപാതകങ്ങൾ നടക്കുന്ന സമയത്ത് കണ്ണൂരിൽ ഏതാണ്ട് സമാനമായ ഒരു രീതി ഇവിടെയും സംഭവിച്ചിട്ടില്ലേ എന്ന് സാധാരണ ജനങ്ങളായ നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ അതിലാരെയും കുറ്റം പറയാൻ കഴിയില്ല. ഇവിടെയാണ് ഈ കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ അത് കോടതിയുടെ മുമ്പിൽ തെളിവുകൾ ആവശ്യമാണ്. എന്തുകൊണ്ട് ഈ മാഡം ആര്, ഏത് മാഡത്തിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ അതിജീവിതയും അതുപോലെ തന്നെ പൾസർ സുനിയും ഈ സൂചന നൽകിയത്? അത് ഏതെങ്കിലും പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ മാഡത്തെക്കുറിച്ച് സൂചനകൾ ഉണ്ടായിരുന്നോ? ഇത് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഗൂഢാലോചന ഉണ്ടായി എന്നുള്ളത് പൂർണ്ണമായിട്ടും ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത വസ്തുതയാണ്. എന്നാൽ ആ ഗൂഢാലോചന ചെയ്ത വ്യക്തി ഇപ്പോൾ ചിത്രത്തിലെ ഇല്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അപ്പീൽ കോടതിയിൽ പോയാൽ പോലും ശക്തമായ ഈ മിസ്സിംഗ് ലിങ്ക്സ് അല്ലെങ്കിൽ പൊട്ടിയ കണ്ണികളാണ് അല്ലെങ്കിൽ ചേരാത്ത കണ്ണികളാണ് ഈ പ്രോസിക്യൂഷന്റെ ഇത് സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന വാദമുഖങ്ങൾ എന്നുള്ളത്. അവിടെയും ഈ പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ടും ഇത് സാമാന്യ യുക്തിക്ക് പോലും അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിക്ക് പോലും പെട്ടെന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണിത്. ഇവിടെയാണ് ഈ അന്വേഷണം യഥാർത്ഥ ഗൂഢാലോചന നടത്തിയ മാഡത്തെ തിരിച്ചറിഞ്ഞിട്ട് ആ മാഡത്തെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു പ്രതിയിലേക്ക് ആരോപിക്കപ്പെടുകയും വിചാരണ വേളയിൽ ആ പ്രതി രക്ഷപ്പെടുകയും ചെയ്ത സംഭവം ഈ കണ്ണൂർ മോഡൽ ഒരു പ്രക്രിയയാണോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമാണോ ഈ അന്വേഷണത്തിൽ നടന്നതെന്ന് ഉള്ള സംശയം കനക്കുകയാണ്. കാരണം അങ്ങനെ സംശയിച്ചു കഴിഞ്ഞാൽ ആരെയും കുറ്റം പറയാൻ പറ്റുകയുമില്ല.